പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാനും ജീവിക്കുന്നവനായ കർത്താവിനെ സംബന്ധിച്ച് അല്പസമയം തിരുവചനത്തിലൂടെ നിങ്ങളോട് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇളയവന് കൃപ നൽകിയത് കൊണ്ട് ദൈവത്തെ തീരുമായി സ്തുതിക്കുന്നു. ഇന്ന് ഈ വൈകിയ സമയത്ത് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തു തന്നെ പിതാവ് എന്ന വിഷയമാണ് കഴിഞ്ഞ 6 എപ്പിസോഡുകളിലായിട്ട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ 7ാമത്തെ ഭാഗമാണ് ഇന്ന് സംസാരിക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഓരോ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയുള്ളവരായി തിരുവചനം ശ്രദ്ധിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. കഴിഞ്ഞ 6 എപ്പിസോഡുകളിലായി യേശുക്രിസ്തു തന്നെ പിതാവ് എന്ന വിഷയം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്നും അതേ വിഷയത്തിൻ്റെ 7ാമത്തെ ഭാഗം നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന വിഷയമാണ്. അങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കുന്നത് കൊണ്ട് ശത്രുവാകുന്ന പിശാച് പല നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങളുമായി അനേകായിരങ്ങളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അയച്ചിട്ടുണ്ട്. അനേകർ അവരുടെ വ്യാജ വഴികളിൽ കുടുങ്ങിപ്പോകുന്നതായി കാണുവാനും കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുകയില്ല എന്നും അരുളിച്ചെയ്തവനായ കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുവാനും അതനുസരിക്കുവാനും അതിന് ചെവി കൊടുക്കുവാനും താല്പര്യമില്ലാതെ അനേക പ്രിയപ്പെട്ടവർ അന്യത ഉപദേശിക്കുന്നവരുടെ വാക്കുകൾക്ക് കൂടുതൽ സ്ഥാനം നൽകുകയും സത്യത്തെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം ലോകത്തിൽ വളരെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവചന സത്യം ലോകത്തോട് വിളിച്ചറിയിക്കുക എന്നതാണ് JCNDST എന്ന ഈ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ ഓരോ ദിവസവും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് സംസാരിക്കപ്പെടുന്ന വിഷയങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളിലൂടെ പരിശോധിച്ച് സത്യം മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കേൾക്കപ്പെടുന്നതായ വചനങ്ങൾ തിരുവചനവുമായിട്ട് ഒത്ത് നോക്കി വാസ്തവമായിട്ടുള്ളത് തന്നെയോ എന്ന് ശോധന ചെയ്ത് സത്യം എന്ന് ബോധ്യമാകുന്നു എങ്കിൽ അത് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാരംഭമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ചില വാക്യഭാഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില സംശയത്തിന് ഇടവരുന്ന നിലയിലുള്ളതായ സ്തോത്രം വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. എന്നാൽ തിരുവചനത്തിലെ വാക്കുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. അത് മാനുഷികമായിട്ടുള്ള യാതൊരു വിധമാകുന്ന ഉപദേശങ്ങളും വസ്തുതകളുമല്ല.
ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന ദൈവദാസന്മാർ പരിശുദ്ധാത്മ നിയോഗത്തോടെ സ്തോത്രം പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ കൂടാതെ തിരുവചനത്തിൻ്റെ വസ്തുതകളെ തിരിച്ചറിഞ്ഞ് തിരുവചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ഈ അന്ത്യകാലത്ത് കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും പ്രാണൻ നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തിരുവചന യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ ചിന്തിച്ച് അതിനെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ശോധന ചെയ്യാം എന്നാഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യഭാഗങ്ങൾ പ്രാരംഭമായി വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരായ പുരുഷന്മാരോട് സംസാരിക്കപ്പെട്ടതായ വിഷയമാണ് നമുക്കിവിടെ കേൾക്കുവാൻ കഴിഞ്ഞത്. എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെ പിതാവ് എന്ന് പറയുന്നത് സ്തോത്രം ജീവനുള്ള ദൈവത്തിൻ്റെ ദൈവത്വത്തെയാണ് പിതാവ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. പുത്രൻ എന്ന് പറയുമ്പോൾ അവൻ സർവശക്തനായ ദൈവം തന്നെ പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്ന ആ അവസ്ഥയാണ് പുത്രത്വം എന്ന് പഠിക്കുവാൻ കഴിയുന്നത്. ഇത് രണ്ട് വ്യക്തികളാണെന്നും രണ്ട് ദൈവങ്ങളാണെന്നുമൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, അത് വളരെ അബദ്ധമാണ്. അത് മുഖാന്തരം തീർച്ചയായിട്ടും ദൈവം തൻ്റെ മക്കൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ന്യായവിധിക്ക് യോഗ്യരായി തീരും എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അതിൻ്റെ അടുത്ത ഭാഗം വായിക്കുന്നത്, അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സദൃശ്യമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ യഹൂദന്മാരായ ആളുകൾ കർത്താവിൻ്റെ വാക്കുകൾ കേട്ടിട്ട്, അവൻ്റെ ഉപദേശം കേട്ടിട്ട് അവർക്ക് സ്വതന്ത്രം വളരെയധികം കർത്താവിനോട് വൈരുദ്ധ്യം ഉണ്ടാകുകയും കർത്താവിനെ ഏതെങ്കിലും വിധത്തിൽ കൊന്നുകളയുവാനുള്ളതായ ഗൂഢാലോചനകൾ അവർ നടത്തി പോരുവാനിടയായി തീർന്നു. അവർ പറയുന്നത്, നീ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം നിന്റെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സദൃശ്യമാക്കിയത് കൊണ്ടും അവനെ കല്ലെറിയുവാൻ അല്ലെങ്കിൽ അവനെ കൊല്ലുവാൻ യഹൂദന്മാർ ശ്രമിച്ചു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും സ്തോത്രം, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോൾ സ്തോത്രം സാക്ഷാൽ സർവശക്തനായ ദൈവം താൻ തന്നെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അത് സ്തോത്രം അറിയുവാൻ കഴിയണമെങ്കിൽ തന്നെ സർവശക്തനായ ദൈവത്താൽ ഉള്ളതായ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർക്ക് തിരുവചനത്തിൻ്റെ വായനയിലൂടെ ലഭിക്കുന്നതായ അറിവുകൾ കൊണ്ടോ മറ്റാരുടെയെങ്കിലും ഉപദേശങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടോ വേദപുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതായ ആത്മീയ അന്തസ്സത്തെ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയേണ്ടതിന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതായ വസ്തുതകളെ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം അത് വെളിപ്പെടുത്തി തരുവാനിടയായി തീരും. അത് അങ്ങനെ ഒരു വെളിപ്പാട് ലഭിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് സംശയലേശമന്യേ നമ്മുടെ കർത്താവ് ആരാണെന്ന് ഗ്രഹിക്കുവാനും അവനെ കൂടുതൽ കൂടുതൽ മാനിക്കുവാനും ഇടയായി തീരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്.
യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22, 23, 24 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണ്? സ്തോത്രം. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോ പിതാവിനെ സകലരും മാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും മാനിക്കണം. അതിനുവേണ്ടിയാണ് ന്യായവിധിയുടെ അധികാരം മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിന് നൽകപ്പെടുവാനിടയായി തീർന്നിട്ടുള്ളത്. സ്തോത്രം. കാരണം ന്യായ അന്യായങ്ങളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി നീതിയോടും ന്യായത്തോടും കൂടെ വിധിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ യേശു ക്രിസ്തുവിനെയും ബഹുമാനിക്കണം. കാരണം അത് രണ്ട് വ്യക്തികളല്ല, സർവശക്തനായ ദൈവം തന്നെ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നവനാണ് യേശു ക്രിസ്തു. അവനൊരു ജഡം സ്വീകരിച്ചത് കൊണ്ടാണ് നമുക്കവനെ കാണുവാനും അവനെ മനസ്സിലാക്കുവാനും കഴിയുന്നത് എന്ന കാര്യം കൂടെ നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത്, പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷാൽ ദൈവമാണെന്നുള്ള നിലയിൽ പിതാവിന് കൊടുക്കുന്ന അതേ മാനം കൊടുത്ത് കർത്താവിനെ മാനിക്കാത്തവൻ, സ്തോത്രം, അവനെ അയച്ച പിതാവിനെയും മാനിക്കുന്നില്ല എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ, സ്തോത്രം, സത്യം സത്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്, സ്തോത്രം, എൻ്റെ വചനം കേട്ട് എൻ്റെ വചനം കേൾക്കുന്നവൻ എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കേണ്ടത്. സ്തോത്രം. ഞാൻ സംസാരിക്കുന്ന വചനം പിതാവിൻ്റെ വചനമാണ്, അഥവാ സർവശക്തനായ ദൈവത്തിൻ്റെ വചനമാണ് എന്ന് വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകും. ഇല്ലെങ്കിൽ അവൻ ജീവനെ കാണുകയില്ല എന്നാണ് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തി കാണുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്ന കാര്യമാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ് എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. അത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ, ആര്? യേശു ക്രിസ്തു, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. നമുക്ക് ദർശിക്കുവാൻ, നമുക്ക് കാണുവാൻ കഴിയാത്ത ആത്മാവും അദൃശ്യനുമായ ആ ഏക സത്യ ദൈവത്തിന്റെ ദൃശ്യമായ ഒരു രൂപമാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തെ ആർക്കും ഒരു നാളും കാണുവാൻ കഴിയുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. ദൈവം ആത്മാവാണ്. ആത്മാവും അദൃശ്യനുമായ ദൈവത്തിന്റെ ഒരു ദൃശ്യരൂപമാണ് അവനെടുത്തതായ മനുഷ്യത്വത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അല്ലാതെ, സ്തോത്രം, യേശു ക്രിസ്തു ഒരു ദൈവവും പിതാവായ ദൈവം വേറെ മറ്റൊരു ദൈവവും പരിശുദ്ധാത്മാവാൻ ദൈവം വേറൊരു ദൈവവും എന്ന് സ്തോത്രം വിലയിരുത്തുന്നത് അബദ്ധമാണ്, ന്യായവിധിക്ക് ഇടയാക്കി തീർക്കും. അത് സ്തോത്രം ദൈവവചനത്തിന്റെ വ്യവസ്ഥയല്ല എന്ന്
വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്നവിടെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 37, 38 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 37, 38 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടില്ല, അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. കാരണം അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്തോത്രം ശബ്ദം കേൾക്കുന്നവൻ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. യേശു ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവായ ദൈവത്തെയാണ് കാണുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ മാത്രമേ അവൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷാൽ ദൈവമായിട്ട് വിശ്വസിക്കുവാൻ, അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് സ്തോത്രം തീർച്ചയായിട്ടും അവൻ്റെ ശബ്ദം അവർ കേൾക്കുന്നില്ല, ഒരു നാളും അവനെ കണ്ടിട്ടില്ല. സ്തോത്രം. അവൻ്റെ വചനം അത്തരക്കാരുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. സ്തോത്രം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല എങ്കിൽ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കുവാൻ കഴിയുകയില്ല. പറയപ്പെടുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കുവാനും കഴിയുകയില്ല. കാരണം സ്തോത്രം, ദൈവവചനത്തിൻ്റെ സത്യം നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ശക്തികൾ നിങ്ങളുടെ ഹൃദയങ്ങളെ അടച്ചിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ്. അപ്പോൾ പിതാവിൻ്റെ നാമം എന്താണ്? അത് ദൈവവചനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. പിതാവിൻ്റെ നാമമാണ് യേശു എന്ന നാമം എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പുത്രൻ്റെ നാമവും യേശു എന്നത് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നാമവും യേശു എന്ന നാമം തന്നെയാണ്. അത് 3 വ്യക്തികളല്ല. സ്തോത്രം. സർവശക്തനായ ഏക സത്യ ദൈവത്തിൻ്റെ ത്രിവിധങ്ങളാകുന്ന വെളിപ്പാടുകൾക്ക് സ്തോത്രം നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം യേശു എന്ന നാമം മാത്രമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന നാമം യേശു എന്ന നാമമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. സ്വന്തം നാമത്തിൽ വരുന്ന മറ്റൊരുവൻ എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവാണ്. സ്തോത്രം. സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയേണ്ടും പോലെ അറിയുവാനും വിശ്വസിക്കേണ്ടും പോലെ വിശ്വസിക്കുവാനും അവൻ സാക്ഷാൽ ദൈവമാണെന്ന് അംഗീകരിക്കുവാനും കഴിയാത്ത വ്യക്തികൾ പിന്നെ ചെയ്യുന്നത് അവരുടെ വിശ്വാസം എതിർ ക്രിസ്തുവിലാണ്.
സ്വന്തം നാമത്തിൽ വരുന്ന ഒരുത്തിനെയാണ് അവർ വിശ്വസിക്കുന്നത്. പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്ന കർത്താവിനെ വിശ്വസിക്കാത്തവൻ എതിർ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ളതായ ആളുകൾ ഈ ലോകത്തിൽ പല നിലകളിലുള്ളതായ സ്വതന്ത്രം കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്, അന്യഭാഷകളും അതുപോലുള്ളതായ സ്വതന്ത്രം വലിയ ഉണർവും തന്ത്രങ്ങളുമൊക്കെ നടത്തുന്നതൊക്കെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ള സ്നേഹിതരെ, സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, വാസ്തവമായിട്ടും ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനത്തെ യഥാർത്ഥമായി ഗ്രഹിക്കുവാൻ കഴിയാത്ത ഏതൊരു വ്യക്തിയും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഭരിക്കപ്പെടുന്നവരും, എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അത്തരക്കാരെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ആത്മാവാണ് കൂടുതൽ നിങ്ങളെ അന്യഭാഷകൾ സംസാരിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും എന്ന് പറഞ്ഞ് ജനത്തെ തെറ്റിച്ചു കളയുവാൻ കഴിയുന്ന ആ ആത്മാവ് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ഒരിക്കലും അതിന് വിധേയപ്പെടുവാനിടവരാതെ സ്വതന്ത്രം എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പുറത്തു കളഞ്ഞ് സാക്ഷാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവർക്കും കഴിയണം എന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുവാൻ കഴിയുന്നത്. സ്തോത്രം. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിധിച്ചാലും ഞാൻ ഏകനല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടിയാകയാൽ എൻ്റെ വിധി സത്യമാകുന്നു. സ്തോത്രം. ഞാൻ വിധിക്കുന്ന വിധികൾ, ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും സ്തോത്രം വ്യർത്ഥമായി പോവുകയില്ല. സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഏകനായി സംസാരിക്കുകയല്ല, ഞാനും എന്നെ അയച്ച പിതാവും കൂടിയാകയാൽ എൻ്റെ വിധി വളരെ സത്യമായിട്ടുള്ളതാണ് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുകയാണ്. പലർക്കും അത് അംഗീകരിക്കുവാൻ കഴിയാത്ത നിലയിൽ ശത്രുവാകുന്നവൻ പലരുടെയും ഹൃദയത്തെ കഠിനപ്പെടുത്തിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവമക്കളെ, സത്യമായി തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എങ്കിൽ ഈ അന്ത്യകാലത്ത് നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ സത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ്റെ രാജ്യത്തിൽ നമുക്ക് ചെന്നു ചേരുവാൻ കഴിയാതെയാകും. അവൻ്റെ രാജ്യത്തിൽ ചെന്നു ചേരുവാൻ കഴിയാത്ത ഒരവസ്ഥ ആരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവോ അവൻ ന്യായവിധിക്ക് യോഗ്യനായി തീരുകയും സ്തോത്രം പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് വധിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവർ അവനോട് നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. യേശുവിനോട് നിന്റെ പിതാവ് എവിടെയെന്ന് സ്തോത്രം ഈ വ്യക്തികൾ ചോദിച്ചപ്പോൾ അതിന് കർത്താവ് കൊടുത്ത മറുപടി, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ യഥാർത്ഥമായി അറിഞ്ഞു എങ്കിൽ പിതാവിനെയും നിങ്ങൾ അറിയുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാനും പിതാവും ഒന്ന് തന്നെയാണ്. സ്തോത്രം. ഞങ്ങൾ രണ്ട് വ്യക്തികളല്ല. സ്തോത്രം. അതുകൊണ്ട് എന്നെ യഥാർത്ഥമായി നിങ്ങൾ അറിയുന്നു എങ്കിൽ പിതാവ് ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുമെന്നാണ് കർത്താവ് ആ ജനത്തോട് സംസാരിക്കുവാനിടയായി തീർന്നത് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ
23, 24 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവൻ, ഞാൻ മേലിൽ നിന്നുള്ളവൻ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്നുള്ളവരാണ്. ഞാൻ ഈ ഭൂമിയിൽ നിന്നുള്ളവനല്ല, ഞാൻ മേലിൽ നിന്നും വന്നവനാണ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്ന് കർത്താവ് പറയുവാനിടയായിത്തീർന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. പക്ഷേ നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ്, ഈ ഭൂമിയിൽ നിന്നുള്ളവരാണ്. ഞാൻ ഈ ഭൂമിയിൽ നിന്നുള്ളവനല്ല, ഞാൻ മുകളിൽ നിന്നും വന്നവനാണ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ടും അവരോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് കർത്താവ് അതിൻ്റെ 24-ാമത്തെ വാക്യഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, ഞാൻ സാക്ഷാൽ സർവശക്തനായ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കായികയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്, ഞാൻ സാക്ഷാൽ സർവശക്തനായ ദൈവമാണ്, ഞാൻ യഥാർത്ഥ പിതാവാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഈ വസ്തുതകളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ, ഞാൻ അങ്ങനെ ഉള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. എന്നാൽ നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞത് വസ്തുതയാണ് എന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ പാപത്തിൽ മരിക്കുകയില്ല, നിങ്ങൾക്ക് നിത്യജീവനെ അവകാശമായി ലഭിക്കും എന്ന് കർത്താവ് പറയുവാനിടയായി തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, തിരുവചനത്തിൻ്റെ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ട് പല നിലകളിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ ജനത്തെ പഠിപ്പിച്ചുകൊണ്ട് പാപത്തിൻ്റെ വഴികളിലൂടെ നീങ്ങുന്നതായ പ്രിയപ്പെട്ടവർ, ജീവനുള്ള ദൈവത്തിൻ്റെ സത്യമാർഗത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പാപങ്ങളിൽ മരിക്കുന്നവൻ തീർച്ചയായിട്ടും നിത്യമായ ന്യായവിധിക്ക് യോഗ്യനായി തീരുമെന്നുള്ളതിന് തർക്കമില്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ ദൈവമായ കർത്താവ് തന്നെ അത് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നീട് അതിൻ്റെ 25-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ്. അത് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കാതെയും ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെയും ഇരുന്നാൽ നിങ്ങൾ നിത്യമായ ശിക്ഷാവിധിക്ക് പാത്രീഭൂതരായി തീരുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല എന്ന് കർത്താവ് തന്നെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നീട് കർത്താവ് ഒരു കാര്യം വ്യക്തമാക്കി അതിൻ്റെ 26-ാമത്തെ വാക്യഭാഗത്തിൽ കാണുന്നു, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. യേശുക്രിസ്തു നല്ല ഇടയനാണ്. നല്ല ഇടയൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഉള്ളവർക്ക് മാത്രമേ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി
ദാവീദ് പറഞ്ഞതുപോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുവാൻ കഴിയണമെങ്കിൽ സ്തോത്രം യഥാർത്ഥമായി യേശു ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ അത് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ദാവീദ് പറഞ്ഞു എങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. അവൻ ആരാണെന്ന് അവരറിയുന്നു. സ്തോത്രം. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്ന് അതിൻ്റെ അടുത്ത വാക്യഭാഗത്തിൽ കാണുവാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആടുകളെ അവൻ അറിയുകയും അവൻ്റെ ആടുകൾ അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്നാണ് കർത്താവ് പറയുവാനിടയായി തീർന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ജീവനുള്ള ദൈവത്തിൻ്റെ പാത പിന്തുടരുന്നതായ ഒരു ദൈവ പൈതൽ ഇവിടെ ദൈവവചനത്തിലൂടെ കാണുന്നത്, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. സാക്ഷാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവമക്കൾ മാത്രമാണ് അവനെ അനുഗമിക്കുന്നവർ. അല്ലാത്തവരൊക്കെയും എതിർ ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് ചെവിക്കൊടുക്കുകയും എതിരാളിയുടെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഭൂമിയിൽ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. സ്തോത്രം. ധാരാളം സമ്പത്തുണ്ടാക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ വിവിധ നിലകളിലുള്ളതായ പ്രവർത്തനങ്ങൾ അത്തരക്കാർ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. അത് ഏതൊരു ക്രിസ്തുവിൻ്റെ പ്രവർത്തനമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ 28-ാമത്തെ വാക്യഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ ആടുകൾ, എൻ്റെ ആട്ടിൻകൂട്ടത്തിലുള്ളവർ, അവർ എന്നെ അറിയുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. എന്നെ അറിയുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നതായ എൻ്റെ ആട്ടിൻകൂട്ടത്തെ ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുത്ത് അവ ഒരു നാളും നശിച്ചു പോകാതെ ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാതെയും വളരെ സുരക്ഷിതമായിട്ട് അവയെ ഞാൻ കാത്തു പരിപാലിക്കുമെന്ന് സർവശക്തനായ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവമക്കളെ, തിരുവചനത്തിൻ്റെ വസ്തുതകളെ തിരിച്ചറിയണേ. ഇല്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും ഒക്കെ നിഷ്ഫലമാകും. ഇവിടെ കോടികൾ സമ്പാദിച്ചതൊക്കെ ഇവിടെ ഇട്ട് കളഞ്ഞിട്ട് നിങ്ങൾ വെറും കൈയോടെ കടന്നു പോകേണ്ടി വരും. ആ പോകുന്ന പോക്ക് നിത്യനാശത്തിലേക്കാണ്, അഥവാ നരകത്തിലേക്കാണ്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്കാണ് എന്ന കാര്യവും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളേണം. സ്തോത്രം. അതിൻ്റെ 29-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ 29ഉം 30ഉം കൂടെ ചേർത്ത് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആടുകളെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പിതാവാണ്. സ്തോത്രം. പിതാവ് എല്ലാവരും വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല.
പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ എല്ലാവരിലും വലിയവനാണ്. അതിൻ്റെ അടുത്ത ഭാഗം വായിക്കുന്നത്, ഞാനും പിതാവും ഒന്നാകുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് പറയുകയാണ്. അവിടെ രണ്ട് വ്യക്തികളില്ല, ഒരു വ്യക്തി തന്നെയാണ്. അവനൊരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്നിലധികം ആളത്വമുള്ളവനല്ല സർവശക്തനായ ദൈവം. അവൻ ആത്മാവും അദൃശ്യനുമായ ഏക സത്യദൈവമാണ്. സ്തോത്രം എന്ന് ദൈവവചനത്തിലൂടെ കാണുന്നു. കർത്താവ് പറയുകയാണ്, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, കർത്താവ് പറയുന്നു, പിതാവും ഞാനും ഒന്ന് തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരല്ല. അതുകൊണ്ട് അബദ്ധം പറ്റിപ്പോകരുത്. സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വൈകിയ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് ഏതൊരു വ്യക്തിക്കും രക്ഷപ്പെടുവാനുള്ളതായ ഏകനാമം. ആ നാമത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ സകലരോടും ആഹ്വാനം ചെയ്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്തോത്രം. എളിയവൻ അല്പസമയം ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സ്വർഗം ഭാഗ്യം നൽകിയതുകൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുകയും സർവ്വലഭനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും കരേറ്റിക്കൊണ്ട് സകലരും ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ വൈകിയ സമയത്ത് അല്പസമയം തിരുവചനം സംസാരിക്കുവാനുള്ളതായ അവസരം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ നാമത്തിലേവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തിയ സർവ്വലഭനായിരിക്കുന്ന എൻ്റെ കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല വൈകിയ സമയത്ത് അല്പസമയം തിരുവചനം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവയുടെ ഭാഗ്യം നൽകിയത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തു തന്നെ പിതാവ് എന്ന വിഷയം കർത്താവെ വീണ്ടും സംസാരിക്കുവാനുള്ളതായ ഭാഗ്യം നൽകിയത് കൊണ്ട് സ്തോത്രം. നേടിയതിനെ ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരുവാനും നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാനും സത്യദൈവത്തെ അറിയേണ്ട പോലെ അറിയുവാനും സ്വർഗത്തിലെ ദൈവം ഈ വചനം മുഖാന്തരമായിട്ടിടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. JCNDSC എന്ന ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെയും ദൈവജനത്തെ അനുഗ്രഹിക്കണം. എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളും നിറയ്ക്കണം. മഹത്വം ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.